നമസ്കാരം. ഞങ്ങൾ രാവിലെ ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കുയിലും കുഞ്ഞിനുണ്ടായിരുന്നല്ലോ നേരത്തെ ഉള്ളത്. അതിനെ പിന്നെ നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്ന് കാണിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയെങ്കിലും പേടി അങ്ങോട്ട് മാറുന്നില്ല. ഇവിടെ എനിക്ക് എപ്പോഴും കാക്ക വന്നിരിക്കുക അതിൻ്റെ കൂടിൻ്റെ അടുത്തേ. അപ്പോൾ അതുകൊണ്ട് അവിടെ തുറന്നു വിടാനും പറ്റത്തില്ല. അതിനൊരു നല്ലപോലെ പറന്നു പോകാനുള്ളൊരു കണ്ടീഷൻ ആയിട്ടില്ല. അപ്പം ഞങ്ങളുടെ അവളെ ഒന്ന് കാണിക്കാം. അവിടെ ഇപ്പോഴത്തെ സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കാക്ക എൻ്റെ കൂടിൻ്റെ അടുത്തുനിന്ന് കാക്ക മാറുന്നേ ഇല്ല. ഞാൻ ഒന്ന് കാണിക്കാമേ. പേടിക്കണ്ട. ഇതിനെ കുറിച്ച് പേടിക്കുന്നേ. രാവിലെ പഴമൊക്കെ തിന്നിട്ടുണ്ടല്ലോ. പഴം തിന്നു, തണ്ണിമത്തം തിന്നിട്ടുണ്ട് കുറച്ച്. പേടിക്കണ്ട കുഞ്ഞു പേടിക്കണ്ട. അവിടെ ഇരുന്നു ഞാൻ പോവാം. പേടിക്കണ്ട കേട്ടോ. അവിടെ ഇരുന്നു. ഇപ്പോൾ തുറന്നു വിട്ടാൽ വാലെല്ലാം പോയതല്ലേ, കഷ്ടം. അതിന് അപ്പോഴേ കാക്ക കുത്തിക്കൊല്ലും. കുറച്ചാവട്ടെ, ഒന്നും ഇതാവട്ടെ. ഇപ്പം എന്നിട്ട് ഉഷാറായി. ശരീരത്തെ ആ കൊത്തൊക്കെ എല്ലാം കരിഞ്ഞു. മഞ്ഞളൊക്കെ വെച്ച് പുരട്ടി അതൊക്കെ കുറച്ച് മാറ്റി. ഇപ്പം കുറച്ച് ഇതായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവർക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ എടത്തുവായാലും ഒരു ആവശ്യത്തിന് വേണ്ടി പോവാം. അപ്പോൾ ആ വഴിക്ക് ഞങ്ങൾ ചിലപ്പോൾ എടത്തുവാ പള്ളിയിലൊന്ന് കയറുമേ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കാം. എടത്തുവാ പള്ളി അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മുടെ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയെ പോലെയും മണർക്കാട് പള്ളിയെ പോലെയും തന്നെ അത്രയ്ക്ക് തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാണ്. അവിടുത്തെ പെരുന്നാളൊക്കെ നമ്മുടെ പരിമലപ്പള്ളി പോലെ തന്നെ. അപ്പോൾ അത് മാക്സിമം കാണിക്കാൻ പറ്റുന്ന നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഞങ്ങൾ ബുള്ളറ്റിലാണ് പോകുന്നത്. നമ്മുടെ ഒരു പഴയൊരു ബുള്ളറ്റുണ്ട്. അതിലാണ് ഞങ്ങളുടെ യാത്ര മൊത്തം എല്ലായിടത്തും പോകുന്നത്. വെയിലാ, എന്നാലും സാരമില്ല. ബുള്ളറ്റുള്ള യാത്രയാണ് കൂടുതലും. ഓരോരുത്തടത്ത് പോകുന്നതല്ല ഞങ്ങൾ അതിലാണ്. നേരത്തെ തൊട്ട് ഞങ്ങൾ അതിലുള്ള യാത്രയായിരുന്നു. പക്ഷേ അന്നൊന്നും നമ്മളിത് ഷൂട്ട് ചെയ്തിരുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉള്ളത്. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടനാടൊക്കെ കുട്ടനാടും കുറച്ച് കാണിക്കാം. അതുവഴി ഞങ്ങൾ ഇടത്തുപോയെന്ന് ഞങ്ങൾ മാമ്പഴക്കഴി വഴിയായിരിക്കും വരുന്നത്. അത് നിങ്ങൾ അപ്പുറത്ത് AC റോഡിൽ ഇറങ്ങും. അങ്ങനെ അതുവഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അവിടുത്തെയൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ ഇപ്പം വെയിൽ ഭയങ്കര ചൂടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒത്തിരി ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് മാക്സിമം ഷൂട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്നെങ്കിൽ വീട്ടിലെത്താൻ വേണ്ടി നോക്കും. എന്നാൽ പോകാം. നേരെ കാണുന്നു. എന്നാൽ പോയി ഡ്രസ്സ് ചെയ്യാം. ഓക്കെ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ എടത്തുവാ പള്ളിയാണ്. പള്ളിയുടെ പാർക്കിംഗ് ഏരിയയും സ്ഥലങ്ങളുമാണ്. ഭയങ്കര വിശാലമായ ഒരു സ്ഥലം തന്നെയാണ് പള്ളി നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളെയും കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ സാരഥി. 82 മോഡൽ വണ്ടിയാണ്. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ എൻ്റെ പ്രസാദിൻ്റെ ഫോൺ വന്നു. ഞങ്ങളുടെ വണ്ടിയാണ്. ഇതെങ്ങോട്ട് പോകുന്ന വഴിയാ? ഈ വഴി ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അവിടെ സ്കൂളിലേക്ക് കാണുന്ന സ്കൂളാണ്. അതിൻ്റെ കാലിരോടിന് അങ്ങനെ എന്തോ പേരിലാണ് സ്കൂള്. ഭയങ്കര സ്കൂളാണ്. നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല. നമ്മുടെ എടത്തുവാ പള്ളിയുടെ ദൂരെ നിന്നുള്ള കാഴ്ചയായത്. വളരെ വലിയ പള്ളിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ എണ്ണപ്പെട്ട വലിയ പള്ളികളിലൊന്നാണ്. ഇവിടുത്തെ ആഘോഷ പെരുന്നാളായാലും ആഘോഷങ്ങളും എല്ലാം പ്രശസ്തമാണ്. പിന്നെ പള്ളിയെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഓരോന്നും പ്രത്യേകം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവിടെ പ്രാർത്ഥനയും ജൂബിലി 2025 ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അകത്ത് പ്രാർത്ഥനയും പിന്നെ പ്രഭാഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല അകത്തോട്ട്. അതുകൊണ്ട് അകത്തോട്ട് കയറാനിത് അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പുണ്യവാൻ്റെ ദേശത്തേക്ക് സ്വാഗതം. നല്ല വെയിലുമായിരുന്നേ, അത് കാരണം ഞാൻ ആ തണലത്ത് പോയി നിന്നു. അവിടെ ഭയങ്കര വെയിലാണ്. ഇപ്പം നല്ല വെയിലല്ലേ, ഉച്ച സമയമായി വരുമല്ലേ. ഭയങ്കര ഭംഗിയുള്ള പള്ളിയാണ് കേട്ടോ. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും പള്ളി സന്ദർശിക്കണം. നല്ല രസമുള്ള പള്ളിയാണ്. ഇവിടം കണ്ടില്ലേ, ഇതിൻ്റെ മുന്നിൽ കൂടെ ഉള്ളൊരു കനാലാണ്. ആ കാണുന്ന പാലം കണ്ടോ, ആ പാലമാണ് എടത്തുവായെയും പള്ളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. പള്ളിയുടെ മുന്നിൽ കൂടെയും പള്ളിയുടെ സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് വഴികൾ ഗ്രാമത്തിലോട്ട് പോകുന്നുണ്ട്. പായലെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ മുന്നിലത്തെ ഒരു കനാലാണ്. നല്ല വെള്ളമാണ്. ആ നാട്ടുകാരെല്ലാം മീനുണ്ട്. അതേ കണ്ടില്ല. ആ നാട്ടുകാരെല്ലാം കുളിക്കുന്നതും തുണി കഴുകുന്നതും എല്ലാം ഈ കനാലില്ല. നല്ല വൃത്തിയുള്ള കനാലാണ്, നല്ല വെള്ളമാണ്. ഇഷ്ടംപോലെ മീനുമുണ്ട്. കല്ലടാമുട്ടി, പരല്, കുറുവ, ഇങ്ങനെയൊക്കെയുള്ള. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേര് ഇതൊക്കെയാണ്. എനിക്കറിയില്ല മറ്റുള്ള സ്ഥലത്തോട്ടൊക്കെ ഇതിനൊക്കെ പറയുന്നത് എന്തുവാന്നുള്ളത്.
കൊച്ചു കൊച്ചു മീനുകളാണ് വലുതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കരയുടെ ഭാഗത്തോട്ട് അടുത്ത് വരത്തുള്ളൂ. നമുക്കിവിടെ ഇതിനകത്തിറങ്ങി നല്ല തണുത്ത വെള്ളം, നമുക്ക് കാലും കൈയും മുഖമൊക്കെ കഴുകുവാണെങ്കിൽ നല്ലൊരു ആശ്വാസമാണ്. പിന്നെ ഈ വെയിലത്ത് ബൈക്കിലുള്ള യാത്രയെ കൂടിയല്ലേ. തിരിച്ചു പോകുമ്പോൾ ഇനിയും നമുക്ക് അവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെയിലാണേ ഞങ്ങൾ ഈ തിരിച്ചു പോരും. ഇന്നിപ്പോൾ ഷൂട്ടിങ് നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പിന്നീട് ഒരു ദിവസം നമ്മുടെ വയലും പാടങ്ങളും കുട്ടനാടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഷൂട്ട് ചെയ്യാം. നല്ല ദാഹമുണ്ട്. നമുക്ക് അവിടെ നോക്കാം. അവിടെ പോകുന്ന വഴിക്കുള്ള കടയിൽ ഇടുന്നെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം. ഇതേ കണ്ടോ, പള്ളിയുടെ മുൻവശം കണ്ടോ, എത്ര ഐശ്വര്യമാണെന്ന് നോക്കിക്കേ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുകയും നല്ല ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ഇരുമ്പ് പാലമാണ്. നമ്മളിപ്പോൾ ആ ഒരു കാർ കയറി വന്ന് കാണിച്ചില്ല, അതൊരു ഇരുമ്പ് പാലമാണ്. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. കാരണം ഇനിയിപ്പോൾ വെയിൽ കൂടിക്കൂടി വരിക. ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലെ ഭക്ഷണം കഴിച്ചതല്ലേ. ചിലപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് പോകത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഇറങ്ങുന്ന സ്ഥലമാണ്. പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും മേടിച്ചു. ഇതിപ്പോൾ നമ്മൾ പിന്നെ തകഴി അമ്പലപ്പുഴ തിരുവല്ല റോഡിലോട്ട് നമ്മൾ പള്ളിയുടെ മുന്നിൽ കൂടെ കയറുന്ന വഴിയെ നമ്മൾ ജസ്റ്റ് ആണ്ട് ഈ കവാടം കണ്ടു. ഇതാണ് എടത്വ പള്ളിയുടെ കവാടം. അത് ചെറിയ ഹിറ്റാച്ചി, ഇതേ കണ്ടോ. അതാണെങ്കിൽ ഒന്ന് കെട്ടുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ പ്രവേശം തുറന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ എന്നാൽ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. അത്രയ്ക്കും ദാഹമായിരുന്നു. ഞങ്ങൾ വന്ന വഴിക്കൊരു ചിക്കൻ ബിരിയാണി മേടിച്ചേ. ചിക്കൻ ബിരിയാണി ഒന്ന് കാണിച്ചേക്കാം. വന്ന വഴിക്കൊരു ചിക്കൻ ബിരിയാണി മേടിച്ചു. ഒരു ബിരിയാണി ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും കഴിക്കാൻ. പുള്ളിക്കാരി ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ. അപ്പം ബാക്കി എനിക്ക് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെന്നാൽ ബിരിയാണി കഴിക്കാൻ പോവാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സാക്കി തരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം